ഹായ് ഗൈസ് അച്ഛനാക്കല്ലേ. ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അങ്ങനെ ഒരു 2 മണിയായപ്പോൾ ഞാൻ എണ്ണീക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ പല്ല് തേക്കാൻ പോവുകയാണ് ഗൈസ്. 2 മണി ഗൈസ്. അങ്ങനെ നമ്മൾ പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കേക്കി സുന്ദരിമണി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചപ്പ് എന്തെങ്കിലും കഴിക്കാം ഗൈസ്. യെസ് മതി. ഗൈസ്, ഇന്ന് കഴിക്കാനായിട്ട് നല്ല ബീഫ് ബിരിയാണിയാണ് ഗൈസ്. നല്ല ബീഫ് ബിരിയാണി, നല്ല കുക്കുംബറും തൈരും ഇട്ട സാലഡ്, നല്ല ചൂടുണ്ട് ഗൈസ്. കൈ പൊള്ളിപ്പോ എൻ്റെ. എല്ലാം കൂടി ഇട്ടങ്ങ് കുഴച്ച്, കുറച്ചുകൂടെ തൈര്, കുറച്ചുകൂടെ ഇട്ടങ്ങ് കുഴച്ച് ഒരു വാ കഴിക്കണം ഗൈസ്. ഈ ആയിഷ ഭയങ്കര ഒച്ചപ്പാടാണ് ഗൈസ്. എൻ്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കണതാണ്. പിന്നെ ഒരു വാ. ശല്യം നമ്പർ 1, ശല്യം നമ്പർ 2. എന്ത് ബിരിയാണി ആയിഷ? ബിരിയാണി എങ്ങനെയുണ്ട് ആയിഷ? നല്ല. അത്രേ ഉള്ളൂ? കുറച്ച് നേരത്തെ പറഞ്ഞ കൂടെ പറയും. ജീവിതത്തിൽ ആദ്യമായി ഗൈസ് ആയിഷയ്ക്ക് നാണാണ്. അടിപൊളി ബിരിയാണി ഗൈസ്, ഒരു രക്ഷയില്ലാത്ത ബിരിയാണി. ഉമ്മച്ചി ഇപ്പോൾ താൽക്കാലികമായിട്ട് ഇവിടെ അവൈലബിൾ അല്ലാത്തതുകൊണ്ട് ഉമ്മ വന്നിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. വെള്ളം തരത്തില്ല, വെള്ളം തരത്തില്ല. അതെ. എന്നാ ആയിഷ ഇങ്ങനെ ചോറ് കഴിക്കിഷ ഗൈസ്. ആയിഷയ്ക്ക് അപ്പൊ ജീരക വെള്ളം കൊടുത്തേ. അപ്പം സൈനബിന് വെള്ളമാണ് ഇഷ്ടം. അല്ലേ സൈന? അല്ലേ? ഒന്ന് പറഞ്ഞേ, എന്ത് വെള്ളം ഇഷ്ടം? വൈറ്റ് വാട്ടർ ഗൈസ്. ആർക്കെങ്കിലും ആവാകെ വെള്ളത്തെ കുറിച്ച് അറിയുമെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അതിന് ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം അടുത്തതായിട്ട് നമുക്ക് മുടിയൊക്കെ ഒന്ന് ചീവ് വെക്കാം. കാരണം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ആകെ 5-6 മുടിയുള്ളൂ. 5-6 മുടി നമുക്ക് സംരക്ഷിക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ എൻ്റെ സ്കിന്നിനെ കുറിച്ചൊക്കെ ഭയങ്കര കെയർഫുൾ ആയിട്ടുള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ മുടി ഭയങ്കര, ഞാൻ ഒട്ടും നോക്കലില്ലാത്തൊരു സാധനമാണ് തോന്നുന്നത്. ഞാൻ അതുകൊണ്ട് ഇപ്പോൾ ഒരു പുതിയ സെറം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനി എങ്ങനെയാണെന്നുള്ളത് കണ്ടറിയണം ഗൈസ്, കണ്ടറിയണം. നമുക്ക് അറിയത്തില്ല. അങ്ങനെയാണ് അത്. പിന്നെ ഞാൻ സംസാരിക്കണമെന്ന് ഓർത്തൊരു കാര്യം, എൻ്റെ കമൻറ്റ് ബോക്സിൽ വരുന്ന ചില കമൻറ്റുകളെ കുറിച്ചാണ്. ഇങ്ങനെ നിൽക്കുന്നത്, ഇങ്ങനെ നിൽക്കാമോ? ഇങ്ങനെയാണോ നിൽക്കുന്നത്? ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? ഇങ്ങനെയാണോ ആയിഷ കേൾക്കുന്നുണ്ടോ? ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? ഇങ്ങനെയാണോ നിൽക്കേണ്ടത് എന്നാണ് അവർ ചോദിക്കുന്നത്. പിന്നെ എനിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ? ഇങ്ങനെ തന്നെ എപ്പോഴും നിൽക്കാൻ പറ്റുമോ? പറ്റത്തില്ല. ഞാൻ പിന്നെ ബംഗാളി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവോ? അവർക്ക് മനസ്സിലാവോ? ഇല്ല, മനസ്സിലായില്ല. അപ്പൊ പിന്നെ ഞാൻ ഇങ്ങനെയല്ലേ സംസാരിക്കേണ്ടത്? പിന്നെ കാണാൻ ഭംഗിയില്ല എന്ന് പറഞ്ഞവരെ ഞാൻ നോട്ടമിട്ട് വെച്ചിട്ടുണ്ട്. നമ്മള് ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ച് ഗൈസ്, എനിക്കിവിടെ പ്രൈവസി ഇല്ല ഗൈസ്. ഒരു വീഡിയോ എടുക്കാനുള്ള പ്രൈവസി പോലും എനിക്ക് വീട്ടിലില്ല ഗൈസ്. ഇവിടെ ബിഗ് ബോസ് തീർന്നിരിക്കുകയാണ്. ഈ സുഹൃത്തിന് ബിഗ് ബോസ് തീർന്നു ഗൈസ്, കേട്ടോ. ബിഗ് ബോസ് തീർന്നു. ഇവിടെ പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തു. ഇവിടെ ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങളല്ലേ ബിഗ് ബോസ് തീരുന്നതായി സംസാരിച്ചത്? അതെ, ഞങ്ങള് ഇത് ഞാൻ ഏഷ്യനെറ്റത് എന്റെ മുകളിലിരിക്കുന്നത്. ഏഷ്യനെറ്റ് പ്രൊഡ്യൂസർ പറയൂ, എപ്പോഴാണ് ജാസ്മിൻ വന്നത്? അവളെ വാപ്പ എപ്പോഴാ വന്നത്? ഞങ്ങള് രാത്രി സംസാരിച്ച കാര്യങ്ങളൊക്കെ പുറത്തുവിടുന്നു. പഠിക്കാനുള്ള കഴിവ് മാത്രം ദൈവം കൊടുത്തോളൂ, ബാക്കി ബുദ്ധി കൊടുത്തില്ല. ഇടക്ക് വെച്ചൊന്ന് മറന്നുപോയി. ഗൈസ്, സൈനബ് നെറ്റ്ഫ്ലിക്സ് റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വാപ്പാടെ ഫോൺ പൊക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്.
പിടിച്ചു തോന്നുന്നു ഗൈസ്. പിടിച്ചോ പിടിച്ചു ഗൈസ്. പാപ്പ പിടിച്ചു ഗൈസ്. ഐഷ ഇവിടെ നിൽപ്പുണ്ട്. ഞാൻ ഐഷയും പോയിട്ടില്ല. ഐഷ ഇവിടെ നിന്ന് എത്തി നോക്കാണ് ഗൈസ്. വാപ്പ അവളെ സമ്മതിച്ചാ യാ മോനെ. വാപ്പാൻ അവളെ ചാക്കിട്ട് പിടിച്ചു ഗൈസ്. ഗൈസ് അങ്ങനെ അധിക നേരത്തിൻ്റെ മല്ലുപിടുത്തത്തിന് ശേഷം നമ്മൾ നെറ്റ്ഫ്ലിക്സ് സക്സസ്ഫുള്ളി സെറ്റാക്കിയിരിക്കുകയാണ് ഗൈസ്. ഇതേ സക്സസ്ഫുള്ളി ഗൈസ്. ഉമ്മച്ചി ഐഷാനെ വിട്ടിട്ട് വൈകുന്നേരക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ബീഫ് കട്ട്ലറ്റ് മേടിച്ചിട്ടുണ്ട് ഗൈസ്. സൈന കട്ട്ലറ്റ് മേടിച്ചിട്ടുണ്ടേ. സൂപ്പർ കട്ട്ലറ്റ് ഗൈസ്. പക്ഷെ ഉമ്മച്ചി കണ്ടോ നീ എന്നെ തൊടണേ? കൊല്ലൂട്ടോ. ഉമ്മ ഇത് കാണണ്ട ഗൈസ്. ഉമ്മ ഇത് വീഡിയോയിൽ കൂടെ കാണുകയാണെങ്കിൽ ഞെട്ടൻ്റെ അമ്മ. ആയിഷ ഇത് കഴിഞ്ഞ് സോപ്പിട്ട് കൈ കഴുകിയായിരുന്നു. കഴുകൂലേ ആയിഷ? യെസ് ഗൈസ്. എനിക്ക് ബിരിയാണി കഴിക്കാൻ വേണ്ടി പിന്നെയും കൊതിയായി ഗൈസ്. അപ്പോൾ ഞാൻ പോയിട്ട് കുറച്ച് ബിരിയാണിയും തൈര് വിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. കണ്ടു, തൈരൊക്കെ കൂടി ചോറിലോട്ട് കുഴച്ച് ഒരു ബീഫിൻ്റെ പീസും കൂടെ വെച്ച് ഒരു വാ ഗൈസ്. അങ്ങനെ നമ്മൾ റെഡി ആയിരിക്കുകയാണ്, ഡ്രസ് ചെയ്തിരിക്കുകയാണ്. സൈനബിൻ്റെ ഡ്രസ്സ് എടുക്കാൻ പോണ് ഗൈസ്. ചുളുവിന് ഒരെണ്ണം എനിക്കും കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം, കണ്ടറിയാം ഗൈസ്. ഗൈസ് അങ്ങനെ ഡ്രസ്സ് മേടിക്കാൻ പോയിട്ട് ഡ്രസ്സിന് ഡ്രാ പോലും എടുക്കാൻ പറ്റിയില്ല ഗൈസ്, കാരണം കട അടച്ചുപോയി. പക്ഷെ അതിൻ്റെ ക്ഷീണം നമ്മൾ അരുൺ ഐസ്ക്രീമിൽ അങ്ങോട്ട് തകർത്തങ്ങ് തീർത്തിട്ടുണ്ട്. എന്താ കുറേ ഐസ്ക്രീംസൊക്കെ മേടിച്ചോണ്ട് വന്നു. അപ്പോൾ ഇന്നത്തേക്ക് അത്രേ ഉള്ളൂ ഗൈസ്. ഒരു ബോറിങ് ഞായറാഴ്ച അങ്ങനെ തീർന്നിരിക്കുകയാണ്. എൻ്റെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. ഓക്കെ ബൈ.